ഇറാനുമായുള്ള എല്ലാ വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകളും UAE നിർത്തിവെച്ചു. UAEക്ക് നേരെ ചൊവ്വാഴ്ചയുണ്ടായ മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ സുപ്രധാന തീരുമാനം. അതേസമയം UAE നിലപാട് കടുപ്പിച്ചതോടെ UAEയെ ആക്രമിച്ചത് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ രംഗത്ത് വന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ഇറാനുമായി ഇനി ഒരു തരത്തിലുള്ള വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകൾ നടത്തില്ലെന്ന് UAEയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണി UAE സ്ഥിരീകരിച്ചത്. എന്നാൽ ആരോപണം ഇറാൻ നിഷേധിച്ചു. UAE ആക്രമിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ വിശദീകരണം. പുതിയ സംഭവവികാസങ്ങളോടെ മേഖലയിലെ ആശങ്ക വീണ്ടും ഉയരുകയാണ്. ഇതിനിടെ ചൊവ്വാഴ്ച രാത്രിയിലെ ആക്രമണത്തിൽ UAE നിലപാട് കടുപ്പിച്ചതോടെയാണ് UAE ആക്രമിച്ചത് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ രംഗത്ത് വന്നത്. ജൂലൈ 12 ശേഷമുള്ള ആദ്യ ആക്രമണ ശ്രമമാണ് ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച UAEയിലേക്കുണ്ടായത്. നാവിക ഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചെത്തിയ 2 മിസൈലുകൾ UAE പ്രതിരോധിക്കുകയായിരുന്നു. ഹോർമുസിലെ അനിശ്ചിതത്വം നീളുന്നത് കാരണം ക്രൂഡ് ഓയിൽ വില ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ചർച്ചകളിൽ തീരുമാനമില്ലാത്ത സ്ഥിതിക്ക് ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും ചർച്ചകൾ നിർത്തിവെക്കാനുമാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. ഹോർമുസ് വിഷയത്തിൽ ഇറാനും ഒമാനും ചേർന്ന് തീരുമാനം എടുത്തുവെന്നും എന്നാൽ ഇത് പ്രഖ്യാപിക്കാതെ ആഴ്ചകളായി നീട്ടുകയാണെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇതിനിടെ US പടക്കപ്പൽ വീണ്ടും ഗൾഫ് മേഖലയിലേക്ക് എത്തുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ പുതിയ നീക്കത്തിൽ ഇറാൻ ആശങ്ക അറിയിച്ചു. അതേസമയം US സേനയെ സഹായിക്കുന്ന ഗൾഫ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും രംഗത്ത് വന്നത് ആശങ്ക കൂടുതൽ പരത്തുകയാണ്. എൽവിസ് ചുമ്മാർ, Jai Hind News, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.